1960കളിൽ ജീവിതം തേടി ആളുകൾ ഗൾഫിലേക്ക് പോയിരുന്നത് ചരക്ക് കപ്പലുകളായ പത്തേമാരിയിലാണ്. നിയമവിരുദ്ധമായി കടൽ കടന്ന കുടുംബത്തിനു വേണ്ടി ചെറിയ പ്രായത്തിൽ തന്നെ പത്തേമാരിയിൽ കയറി ഗൾഫിലെത്തിയ ധീരശാലിയാണ് പള്ളിക്കൽ നാരായണൻ. അദ്ദേഹത്തിൻ്റെ 50 വർഷത്തെ പ്രവാസി ജീവിതവും അതുമൂലം കുടുംബത്തിനും സമൂഹത്തിനും ഉണ്ടായ മാറ്റങ്ങളുമാണ് പത്തേമാരിയിൽ പറയുന്നത്. 4 വ്യത്യസ്ത ഗെറ്റപ്പുകളിൽ പ്രത്യക്ഷപ്പെടുന്ന മമ്മൂട്ടിയിലെ അഭിനേതാവിനെ സലീം അഹമ്മദ് നന്നായി ഉപയോഗപ്പെടുത്തി. 100% പ്രവാസ ജീവിതമാണ് ഈ ചിത്രത്തിലുള്ളത്. 4 ഘട്ടങ്ങളായി ഒരു വ്യക്തിയുടെ പ്രവാസ ജീവിതവും അതുമൂലം കുടുംബത്തിനും സമൂഹത്തിനും ഉണ്ടാകുന്ന മാറ്റങ്ങളും പ്രശ്നങ്ങളുമാണ് സത്യസന്ധമായി ഈ ചിത്രത്തിൽ ദൃശ്യവൽക്കരിക്കുന്നത്. കുടുംബത്തിൻ്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളും അകലെ നിന്ന് മാത്രം നോക്കിക്കാണാൻ കഴിയുന്ന, തൻ്റെ ആഗമനത്തേക്കാളേറെ മണിയോടനായി കാത്തിരിക്കുന്ന ബന്ധുക്കളുടെ അവഗണനകൾ നേരിടേണ്ടി വരുന്ന മണലാരണ്യത്തിൽ ഒരുകിത്തീരുന്ന പ്രവാസിയുടെ പ്രതിനിധിയായി മമ്മൂട്ടി അഭിനയിച്ചു. നാരായണൻകുട്ടിയുടെ 1960 മുതൽ 2015 വരെയുള്ള ജീവിതമാണ് ചിത്രത്തിൽ. 4 വ്യത്യസ്ത ഗെറ്റപ്പുകളിൽ പ്രത്യക്ഷപ്പെടുന്ന മമ്മൂട്ടിയിലെ അഭിനേതാവിനെ സലീം അഹമ്മദ് നന്നായി ഉപയോഗപ്പെടുത്തി. രാഘവനും വേണുവിനും ശേഷം മമ്മൂട്ടി വീണ്ടും പ്രേക്ഷകനെ കരയിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുകയാണ്. പള്ളിക്കൽ നാരായണൻ എന്ന കഥാപാത്രത്തിലൂടെ പള്ളിക്കൽ നാരായണൻ്റെ ഭാര്യയായി എത്തിയ ജുവൽ മേരി ആ കഥാപാത്രത്തിന് എന്തുകൊണ്ടും യോജിച്ച നായികയാണ്. പത്തേമാരിയിലെ ആളുകളെ വിദേശത്തേക്ക് കടത്തുന്ന വേലായുധൻ എന്ന കഥാപാത്രത്തെ സിദ്ദീഖ് അതിമനോഹരമാക്കി. സലീകുമാറാണ് നാരായണൻ്റെ അച്ഛനായി അഭിനയിക്കുന്നത്. കൂടാതെ സാജു നവോദയ, സുനിൽ സുഗത, ശ്രീനിവാസൻ, സന്തോഷ് കിയാറ്റൂർ, ജോയ് മാത്യു എന്നിവർ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. ബിജി ബാലിൻ്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും വളരെ മികച്ചതായിരുന്നു. ഹരിഹരൻ, ഷഹബാസ് അമൻ, ജോത്സ്ന എന്നിവരാണ് ഗായകർ. റസൂൽ പൂക്കുറ്റിയുടെ ശബ്ദമിശ്രണം ചില രംഗങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയി. ചുരുക്കി പറഞ്ഞാൽ ഇഴച്ചിലില്ലാതെ ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാതെ നമ്മളെ ഈ ചിത്രം മുൻപോട്ട് കൊണ്ടുപോകുന്നു.